السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الكلة. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആളുകൾ തന്നെ പല വിഷയങ്ങളും പല കോലാഹലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് കയറിയാൽ ആ വീടിൽ വാതിലടിച്ചിട്ടുണ്ടെങ്കിൽ വാതിൽ മുട്ടുകയോ എന്നിട്ട് വെല്ലടിക്കുകയോ ചെയ്യാതെ, ആ വീട്ടിൻ്റെ അഹലുകാരോട് സലാം പറയാതെ, ഒരു സൗണ്ടുമാക്കാതെ പുറത്തുള്ള ഒരു കസാലിലോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ നിങ്ങൾ വന്നത് അറിയില്ല മാത്രമല്ല, നിങ്ങളെ പരിഗണിക്കുകയുമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ വന്നത് അറിയുന്നില്ല. നിങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷെ വാതിൽ മുട്ടിയിട്ടുമില്ല, വന്നു എന്നുള്ള അറിയിക്കുന്നുമില്ല. പക്ഷേ വീട്ടിൻ്റെ പുറത്തുള്ള കോലാഹലങ്ങൾ വന്നിരിക്കുന്നു. അത് എത്ര സമയമായാലും അവർക്കറിയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ വന്ന മനുഷ്യൻ ആ വീട്ടുകാരുമായി സംസാരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളെന്താ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് കാര്യം? അവർക്കറിയുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് അറിയുന്നില്ല. ഇവിടെ കുറേ നേരം ഇരിക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് കാര്യമില്ല. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നാൽ, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കയറി വന്ന ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങനെ ഒന്നും ചെല്ലാണ്ട് അള്ളാഹു മഫ്തരി ബാബ് അതൊന്നും ചെല്ലുന്നില്ല, ദിക്റൊന്നും ചെല്ലാണ്ട് ഇങ്ങനെ വരുന്നു, എൻ്റെ പള്ളിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് കാര്യമാണ്? പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ദിക്ർ ചെല്ലുന്ന നിയമമുണ്ട്. പള്ളിയിൽ കയറി ഉടനെ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുക എന്നുള്ള വലിയ സുന്നത്തുള്ള കാര്യമുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പം എന്താ ചെയ്യുക? പള്ളിയിലേക്ക് കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? അവിടെ തഹയ്യത്ത് നിസ്കരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞില്ല, വീട്ടിൻ്റെ അത് വെറുതെ ഇരുന്നത് കൊണ്ട് കാര്യമായില്ല. അവിടെ ഇരിക്കണമെങ്കിൽ, ആളുകൾക്ക് അറിയണമെങ്കിൽ അവിടെ വെല്ലടിക്കോ സലാം പറയോ കേൾപ്പിക്കോ ചെയ്യുമ്പോൾ അറിയുന്നുള്ളൂ. എന്ന പോലെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ 2 റക്അത്ത് അള്ളാഹുമായി മുനാജാത്ത് നടത്തുമ്പോൾ അവിടെ കോണ്ടാക്ട് വന്നു, അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് വന്നു അവിടെ. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ നീ വന്നത് അറിയും, നീ ദിക്ർ ചൊല്ലുന്നു, സലാത്തും മറ്റുള്ളൊക്കെ പെട്ടെന്ന് അറിഞ്ഞില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പലപ്പോഴും ആളുകൾ കയറി വരുമ്പോൾ മറന്നു പോകുന്ന കാര്യമാണ് തഹയ്യത്ത് നിസ്കാരം. നിസ്കരിക്കണം. ഞാൻ വീട്ടിൽ പറഞ്ഞല്ലോ, വീട്ടിൽ കയറുമ്പോൾ ഉണ്ടാക്കുന്ന നിയമം പോലെ പള്ളിയിലേക്ക് കയറുമ്പോൾ തഹയ്യത്ത് നിസ്കരിക്കണം. അങ്ങനെ തഹയ്യത്ത് നിസ്കരിക്കാൻ മറന്നുപോയാൽ തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത കോലങ്ങളുണ്ട്. പെട്ടെന്ന് വന്നാൽ നിസ്കരിക്കാൻ പറ്റുന്ന കോലം കറാഹത്തുള്ള സംഗതി ഉണ്ട്. പക്ഷേ അത് നാളെ പറയാം, ആ വിഷയം നാളെ പറയാം. ഇപ്പോൾ ഞാനൊരു റേഞ്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾക്ക് തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത കാലുവേദനയോ മുട്ടുവേദനയോ കഴിയുന്നില്ല, അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പള്ളിയിലേക്ക് വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരിക്കുമല്ലോ. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അവർക്ക് കഴിയുന്നില്ല, തഹയ്യത്ത് നിസ്കരിക്കാൻ തീരെ കഴിയുന്നില്ല. ഫർളന്നെ കഷ്ടിച്ചിട്ട് ഇവിടെ നിസ്കരിച്ച് പോകാൻ നിലക്ക് വന്നതാണ്. തഹയ്യത്ത് സുന്നത്ത് നിസ്കാരം അതുപോലെ തഹയ്യത്തൊന്നും കഴിയുന്നില്ല എങ്കിൽ എന്തു ചെയ്യാം? അതിനിവിടെ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, വല്ല കാരണവശാലും എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ വന്നാൽ അവരെന്ത് ചെയ്യണം? അവനിക്ക് അവിടെ പറയുന്നു, അങ്ങനെ ചെയ്യാത്ത വന്നാൽ അവൻ 4 പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലിയാൽ മതി. തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ 4 പ്രാവശ്യം ഒരു ദിക്ർ അങ്ങ് ചെല്ലണം. ആ ദിക്ർ ചെല്ലാൻ അതുകൊണ്ട് പരിഹരിക്കും. ഏതുപോലെ ഫർദ് നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ ആ പിഴവുകൾ സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കുന്നത് പോലെ ഇവിടെയും എന്താണ്? തഹയ്യത്ത് നിസ്കരിക്കാത്തവന്, പറ്റാത്തവന്, വിഷമുള്ളവന് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ 4 പ്രാവശ്യം ദിക്ർ ചൊല്ലിയാൽ അത് കൊണ്ടത് പരിഹരിച്ചു. അത് തുഹഫയിലുണ്ട്, നിഹായിലുണ്ട്, മുഗ്നിയിൽ, ഫത്വയിലൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. ഫത്വയിലും പറയുന്നുണ്ട്, തുഹഫയിലും പറയുന്നുണ്ട് ഈ വിഷയങ്ങൾ. ആ ദിക്ർ നമ്മളെപ്പോഴും പതിവാക്കേണ്ട ദിക്റുകളാണ്. ആ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് പള്ളിയിൽ കയറി ഉടനെ തഹയ്യത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. ഫത്വയിൽ പറഞ്ഞിട്ടുണ്ട്,
എൻ്റെ പ്രിയപ്പെട്ട അത്രയും വലിയ മഹത്വമുള്ള നിസ്കാരമാണ് തഹിയ്യത്ത് പള്ളിയിൽ കയറിയ ഉടനെ. ഇത് സ്ത്രീകൾക്കല്ല, സ്ത്രീകൾക്ക് പിന്നെ പള്ളിയില്ലല്ലോ, പള്ളിയിലേക്ക് വരുത്തില്ലല്ലോ. ഇത് ആ പുരുഷന്മാരോടാണ് ഈ വിഷയം പറയുന്നത്. സ്ത്രീകൾ മനസ്സിലാക്കി വെക്കൽ നല്ലതാണ്. എന്നിട്ട് ഭർത്താക്കന്മാരോട് പോയി പറഞ്ഞു കൊടുക്കുകയും പോകണം. എന്നിട്ട് അവർ പള്ളിയിലേക്ക് പോയി നേരെ പോയിട്ട് ഇരിക്കാൻ പാടില്ല, നിങ്ങൾ എന്താക്കണം തയ്യത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചിരിക്കണം എന്ന് പറയണം. അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സ്ത്രീകളുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് ചൊല്ലി കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് ഞാനൊരു ദിക്ർ പറയാം, ആ ദിക്ർ ചൊല്ലണം. അത് ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതാണ് ദിക്ർ. ഇത് 4 പ്രാവശ്യം ചൊല്ലിയാൽ തഹിയ്യത്തിൻ്റെ സ്ഥാനത്ത് ഇത് പരിഹരിച്ചു കിട്ടും. തഹിയ്യത്ത് നിസ്കരിക്കാത്തവർക്ക് ഇതിൻ്റെ പരിഹാരം ഇത് 4 പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടും. മറന്നു പോകുന്നതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ തഹിയ്യത്ത് നിസ്കാരത്തിന് ഈ 4 പ്രാവശ്യം കഴിയാത്തവന്, ചിലപ്പോൾ പള്ളി കയറുമ്പോൾ കാലുവേദനയുള്ള ആളുകളുണ്ടാവും, പ്രായമുള്ള ആളുണ്ടാവും, പ്രയാസങ്ങൾ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഫർദ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. സുന്നത്ത് നിസ്കാരം അവർ വീട്ടിൽ നിന്ന് വെച്ച് നിസ്കരിക്കലാണ് പതിവ്. അപ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് 4 പ്രാവശ്യം ഇത് ചെല്ലിയാൽ മതി. പിന്നെ ഒരു വിഷയം, ഒരാൾ പള്ളിയിൽ കയറി വരുന്നതാണ്, പെട്ടെന്ന് അറിയാണ്ട് മറന്നുപോയി ഇരുന്നാലോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി പെട്ടെന്നൊരു ഇരിക്കൽ സുന്നത്താണ്, ഇരിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താവില്ല, തഹിയ്യത്തിൻ്റെ തഹിയ്യത്തിൻ്റെ ഇത് ഇരുത്തത്തിൽ ഏർപ്പെടുത്ത തഹിയ്യത്തിൻ്റെ ഇത് പോകുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. തഹിയ്യത്ത് നിസ്കരിക്കാം. പെട്ടെന്ന് പള്ളി കയറി ഉടനെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വന്നപ്പോൾ കുടിക്കുമ്പോൾ തന്നെ ഇരിക്കേണ്ടിയിരുന്നല്ലേ, കുറച്ചിരിക്കുമ്പോൾ ആ ഇരിക്കുന്നതുകൊണ്ട് തഹിയ്യത്ത് നഷ്ടപ്പെടില്ല. ഇന്നൊരാൾ പെട്ടെന്ന് വന്ന് നിസ്കരിക്കുന്ന ആളാണ്, പെട്ടെന്ന് വന്ന് മറന്നുപോയി, എന്നാൽ അവനക്ക് തഹിയ്യത്ത് നഷ്ടപ്പെടുന്നില്ല, നിസ്കരിക്കാം. അതെല്ലാം ഫിഖ്ഹിൻ്റെ മസാല ഒരുപാട് വിഷയങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കൊടക് ജില്ലക്കാരനാണ്, കൊടകിലുള്ള കൊണ്ടങ്കേരിക്കാരനാണ്. കൊടകിൽ 50 വർഷമായി സുന്നി ജമിയത്തുൽ ഉലമ, കൂർഗ് ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വലിയ പണ്ഡിത സഭ ഉണ്ടാക്കിയിട്ട്, ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടാക്കിയിട്ട് ഗോൾഡൻ ഗിഫ്റ്റ് 50 വർഷമായി അതിൻ്റെ പ്രചാരണമായി പോവുകയാണ്. മറ്റന്നാൾ 11, 12 വലിയ സമ്മേളനങ്ങൾ കൊടക് ജില്ലയിലെ സുൽത്താനായി നടക്കുന്ന ഇർമാടിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ യൂട്യൂബിൽ കാണുന്ന എല്ലാവരും ആ സമ്മേളനം വിജയിപ്പിക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ പരിപാടികളാണ്, നിങ്ങളവിടെ വിജയിപ്പിക്കണം. ലോകപ്രസിദ്ധ പണ്ഡിതന്മാരൊക്കെ അവിടെ വരുന്നുണ്ട്. നമുക്കറിയാലോ ആരൊക്കെ വരുന്നുള്ളൂ, വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ. എത്ര എതിർപ്പുകൾ വന്നാലും, എത്ര കല്ലെറിഞ്ഞാലും, എത്ര കൂക്കി വിളിച്ചാലും അള്ളാഹു ഉയർത്തേണ്ടവർ അള്ളാഹു ഉയർത്തി കഴിയും. ഇനിയും ഉയർത്തി സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മൾ ആയിരിക്കണം. അല്ലാഹു തആല ശൈഖുന ഉസ്താദിനും അതുപോലെ എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അവരെ തണലിലായി സുന്നത്ത് ജമാഅത്ത് പറയാനും ഇൽമു പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ യൂട്യൂബിലൂടെ കാണുന്ന മുഴുവൻ ആളുകളോടും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയം, പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ നിസ്കരിക്കുമ്പോൾ മറന്നുപോയാൽ അല്ലെങ്കിൽ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, മറന്നാലല്ല കഴിയാത്ത ആളുകൾക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ 4 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ അത് ചൊല്ലണം എന്നതാണ് ഇന്നത്തെ വിഷയം. അല്ലാഹു തആല അത് മനസ്സിലാക്കാനും, എല്ലാ സ്ത്രീകളും, ഇത് കാണുന്ന സ്ത്രീകളുണ്ടാകും, നിങ്ങൾ പുരുഷന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. പള്ളിയിൽ പോയിരുന്നാൽ ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്ത് എന്ന് പറഞ്ഞ 2 റക്അത്ത് നിസ്കരിക്കാനുണ്ട്.